ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഹിൽസ മത്സ്യം ഇന്ത്യക്കാരും ബംഗ്ലാദേശുകാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിശിഷ്ട ഭക്ഷണ പദാർത്ഥമാണ്. ഈ മത്സ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകർ ബംഗ്ലാദേശാണ്. എന്നാൽ ഇതിൻ്റെ കയറ്റുമതി ബംഗ്ലാദേശ് വിലക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഗണേശോത്സവ കാലത്ത് ഈ വിലക്ക് നീക്കാറുണ്ട്. ഹസീന പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വിലക്ക് നീക്കുക മാത്രമല്ല, ഹിൽസ പാക്കറ്റുകൾ രാഷ്ട്രപതിക്കും ബംഗാൾ മുഖ്യമന്ത്രിക്കും സമ്മാനമായി അയച്ചിരുന്നു. എന്നാൽ ഇക്കുറി ഈ വിലക്ക് നീക്കില്ല എന്ന നിലപാടിലാണ് ബംഗ്ലാദേശ്. അധികാരം നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി ഹസീനയെ അതിഥിയായി ഇന്ത്യ സ്വീകരിച്ചതാണ് ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. കഴിഞ്ഞ 15 വർഷമായി ഇന്ത്യയുമായി അടുത്ത സൗഹൃദത്തിലാണ് ബംഗ്ലാദേശ്. വ്യാപാര മേഖലയിലും സുരക്ഷാ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സഹകരണം മൂലം രണ്ടു രാജ്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘകാലം ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്തായിരുന്ന ഹസീനയ്ക്ക് എങ്ങനെ അഭയം നിഷേധിക്കും എന്നതാണ് ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി. അമേരിക്കയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും വധശ്രമം ഉണ്ടായി. 2 മാസങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ വധശ്രമം. അന്ന് വളരെ ചെറിയ ഒരു മുറിവ് പറ്റുകയും ചെവിയുടെ സമീപത്തു നിന്നും ചോര പൊടിക്കുന്ന ട്രംപിൻ്റെ ചിത്രം ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ട്രംപിൻ്റെ ജനപിന്തുണ നേരിയ തോതിൽ വർദ്ധിച്ചു. ഞായറാഴ്ച സ്വന്തം ഗോൾഫ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ട്രംപിനു നേരെ ഒരാൾ ചൂണ്ടിയ തോക്ക് സുരക്ഷാ ഭടന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. രക്ഷപ്പെടാൻ ശ്രമിച്ച കൊലയാളിയെ പോലീസ് പിന്തുടരുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു. കൊലയാളി നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു വിവരങ്ങൾ അറിവായിട്ടില്ല. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും ശക്തമായ ഭാഷയിൽ വധശ്രമത്തെ അപലപിച്ചിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ പാത അമേരിക്കയുടേതല്ല എന്നാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രതികരിച്ചത്. അമേരിക്കയിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കാനുള്ള ഒരു ഗൂഢനീക്കമായിട്ടാണ് പലരും ഈ വധശ്രമത്തെ കാണുന്നത്. അനധികൃത കുടിയേറ്റം തടയുന്നതിൻ്റെ ഭാഗമായി ജർമ്മനി അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കി. അയൽ രാജ്യങ്ങളായ ഫ്രാൻസ്, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഈ നിയന്ത്രണം ബാധകമാണ്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഷെങ്കൻ സോണിനെ നിയന്ത്രണങ്ങളില്ലാത്ത മേഖലയായി പരിഗണിക്കണം എന്നാണ് പൊതുവെയുള്ള ധാരണ. ഇതിനെതിരാണ് ജർമ്മനിയുടെ ഇപ്പോഴത്തെ നടപടി. ഇസ്ലാമിക് തീവ്രവാദികൾ പലരെയും ഈ അടുത്ത കാലത്ത് കത്തി കൊണ്ട് കുത്തി മാരകമായി മുറിവേൽപ്പിച്ചു. തീവ്രവാദി ആക്രമണങ്ങളിലുണ്ടായ വർധനവാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പ്രധാന കാരണം. വിദഗ്ധ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ ധാരാളം അവസരങ്ങളുണ്ട്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിരുന്നത്. നിയന്ത്രണം വന്നതോടെ അയൽ രാജ്യങ്ങൾക്ക് ഈ അവസരം നഷ്ടമായി. വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവരാനായി ജർമ്മനി കെനിയയുമായി കരാറുണ്ടാക്കുകയും ചെയ്തു. യൂറോപ്പിലെ തൊഴിലവസരങ്ങൾ കെനിയയ്ക്ക് നൽകുന്നതിനോടാണ് എതിർപ്പ്.
ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകി. 6 മാസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും പ്രവേശിക്കരുത്, ഗവർണർ കാണേണ്ട ഫയലുകളല്ലാതെ മറ്റൊരു ഫയലുകളും കാണരുത് തുടങ്ങിയ കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം. ജയിൽ മോചിതനായെങ്കിലും മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിറവേറ്റാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. കഴിഞ്ഞ 6 മാസമായി ജയിലിൽ ഇരുന്നു കൊണ്ടാണ് ഇദ്ദേഹം രാജ്യം ഭരിച്ചത്. ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കേജ്രിവാൾ. അറസ്റ്റ് ചെയ്യപ്പെടും എന്നുറപ്പാകുമ്പോൾ മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലാലു പ്രസാദും ഹേമന്ത് സോറനും അങ്ങനെയാണ് ജയിലിൽ പോയത്. എത്ര ഉയർന്ന പദവിയിലായാലും നിയമാനുസൃതം ഒരാളെ തൽസ്ഥാനത്ത് നിന്നും നീക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് നിഷേധിക്കുന്നതാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ. ഈ നിയന്ത്രണങ്ങൾ വഴി കേജ്രിവാളിനോടൊപ്പം ഡൽഹിയിലെ ജനങ്ങൾക്കും ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. 1967 യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്ന് ഒരു പ്രമേയത്തിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ബുധനാഴ്ച ആവശ്യപ്പെട്ടു. 193 അംഗങ്ങളിൽ 124 പേർ ഇതിനെ പിന്തുണയ്ക്കുകയും അമേരിക്ക അടക്കമുള്ള 13 രാജ്യങ്ങൾ എതിർക്കുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളടക്കം 43 പേർ വോട്ടിങ്ങിൽ പങ്കെടുത്തില്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ജനറൽ അസംബ്ലി ഈ പ്രമേയം പാസാക്കിയത്. എന്നാൽ ഈ 2 തീരുമാനങ്ങളും തങ്ങൾക്കു ബാധകമല്ല എന്ന നിലയിലാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. 1967 യുദ്ധത്തിലാണ് ഇസ്രായേൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കരയിലുള്ള പ്രദേശങ്ങൾ പാലസ്തീനിൽ നിന്നും പിടിച്ചെടുത്തത്. കഴിഞ്ഞ 57 വർഷങ്ങളായി ഈ പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാണ്. തന്ത്രപരമായ പ്രവർത്തനങ്ങളിലൂടെ യഹൂദന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാക്കി ഈ പ്രദേശത്തെ ഇസ്രായേൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു മടക്കയാത്രയ്ക്ക് ഇസ്രായേൽ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. മൊബൈൽ ഫോൺ പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് സന്ദേശങ്ങൾ കൈമാറാനായി ഉപയോഗിച്ചിരുന്ന ഒരു വയർലെസ് സംവിധാനമാണ് പേജർ. നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന പേജർ ഒരേ സമയം പൊട്ടിത്തെറിച്ച് ലെബനോണിലും സിറിയയിലും അപകടമുണ്ടായി. 8 പേർ കൊല്ലപ്പെടുകയും 2000-ലധികം പേർക്ക് പരിക്കുകൾ പറ്റുകയും ചെയ്തു. ഇസ്രായേലിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്. ലെബനോൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് 60,000 ആൾക്കാരെയാണ് അതിർത്തിയിൽ നിന്നും ഇസ്രായേൽ മാറ്റിപ്പാർപ്പിച്ചത്. വെടിവയ്പ് നിർത്തി ഇവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പല പ്രാവശ്യം ഇസ്രായേൽ ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആക്രമണം തുടരാനായിരുന്നു ഹിസ്ബുള്ളയുടെ തീരുമാനം. സൈനിക നടപടി കൂടാതെ ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അപകടങ്ങൾ ഉണ്ടായത്. നിരവധി പേജറുകൾ ഒരേ സമയം എങ്ങനെ തകർക്കാൻ കഴിഞ്ഞു എന്നത് ഒരത്ഭുതമായി തുടരുകയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ഉക്രൈന് നൽകിയ ചില ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മാധ്യമങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നതാണ്. കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ
ഇരു നേതാക്കന്മാരും തയ്യാറായിട്ടില്ല. എന്നാൽ ഈ നീക്കത്തെ അതിശക്തമായ ഭാഷയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിമർശിച്ചു. ഇത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമാണ്. നാറ്റോ എന്ന സൈനിക സഖ്യം ഇതുവരെ ഈ യുദ്ധത്തിൽ കക്ഷിയല്ല. ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നത് നാറ്റോയും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു പുടിൻ പ്രതികരിച്ചത്. ഉക്രൈനുമേലുള്ള നിയന്ത്രണങ്ങൾ നീക്കിയാൽ നാറ്റോയിലെ ഏതംഗത്തെയും ആക്രമിക്കാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടായിരിക്കും എന്ന മുന്നറിയിപ്പാണ് പുടിൻ നൽകുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് വെനിസ്വേലയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മദുറോ വിജയിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ബൂത്ത് തല വോട്ടുകളുടെ എണ്ണമനുസരിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥി ഗൊൺസാൽവസിന് മദുറോയേക്കാൾ വോട്ടുകൾ ലഭിച്ചു എന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. ഇത് തിരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ പ്രസിഡന്റോ ഇതുവരെ തയ്യാറായിട്ടില്ല. തന്നെയുമല്ല, മദുറോ പ്രസിഡന്റ് എന്ന നിലയിൽ ഭരണം തുടങ്ങുകയും ചെയ്തു. ഭീകര പ്രവർത്തനങ്ങൾ നടത്തി എന്നാരോപിച്ച് പ്രതിപക്ഷം പ്രസിഡന്റായി കാണുന്ന ഗൊൺസാൽവസിനെ അറസ്റ്റ് ചെയ്യാൻ മദുറോ ഉത്തരവ് നൽകി. ഇദ്ദേഹം സ്പെയിനിൽ അഭയം തേടിയത് മൂലം ഉത്തരവ് നടപ്പായില്ല. അമേരിക്ക കൂടി പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നതോടെ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായി തുടരുകയാണ്. യമനിലെ ഹൗതി വിമതന്മാർ ഇസ്രായേലിനെ ആക്രമിച്ചു. തങ്ങൾ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൗതികൾ അവകാശപ്പെട്ടുവെങ്കിലും ഇത് ഹൈപ്പർസോണിക് അല്ല എന്നാണ് ഇസ്രായേൽ വിശദീകരിച്ചത്. തന്നെയുമല്ല, തരിശായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് പതിച്ചതെന്നും യാതൊരുവിധ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ അറിയിച്ചു. സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള മിസൈലുകളെ അതിർത്തിയിൽ വെച്ച് തന്നെ ഇസ്രായേൽ തകർക്കാറുണ്ട്. തന്മൂലം അതിർത്തി കടന്ന് മിസൈൽ ഇസ്രായേലിൽ പ്രവേശിച്ചതിനെ ഒരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സുരക്ഷാ സംവിധാനം ഭേദിക്കാൻ കഴിഞ്ഞത് ഒരു വിജയമായിട്ടാണ് ഹൗതികൾ വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയും ഹൗതികളും ഇസ്രായേൽ തിരിച്ചും പലപ്പോഴും ആക്രമിക്കാറുണ്ടെങ്കിലും ഇതുവരെ ഇത് ഒരു യുദ്ധമായി മാറിയിട്ടില്ല. ഹമാസിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങൾ. എന്നാൽ ഇറാന്റെ പിന്തുണയോടെ ഒരു യുദ്ധത്തിന് ഹൗതികളും ഹിസ്ബുള്ളയും തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഭരണകക്ഷിയായ BJPയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ഇത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. ഈ മന്ത്രിസഭയുടെ കാലയളവിൽ തന്നെ ഈ പരിഷ്കാരം നടപ്പിലാക്കും എന്നാണ് സൂചന. ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെ തകർക്കുന്നതാണ് ഈ ആശയം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന വിമർശനം. എന്നാൽ ഭരണഘടനയുടെ മൗലിക സ്വഭാവം ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല എന്നാണ് മറുവാദം. രാജ്യത്തുടനീളം എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയത്ത് നടത്തുന്നത് ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ഭരണകക്ഷി വിശദീകരിക്കുന്നു. സമയവും പണവും ലാഭിക്കാമെന്ന വാദവുമുണ്ട്. എന്നാൽ ഇത് പ്രായോഗികമല്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന കാര്യത്തിൽ ഭരണകക്ഷിയും യോജിക്കുന്നു. എന്നാൽ എല്ലാവരുമായി കൂടിയാലോചിച്ച് ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് ഭരണകക്ഷിയുടെ പ്രതീക്ഷ. ഗൗരവമായ ചർച്ചകൾ ഉണ്ടാകുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.